വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളം. മോഹൻ ബഗാന്റെ മോഹങ്ങൾ അവസാനിപ്പിച്ച് മുംബൈ സിറ്റി രണ്ടാം ISL കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്. മോഹൻ ബഗാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് 1-3 ഗോളുകളുടെ വിജയത്തിലായിരുന്നു ഫൈനലിൽ ഫുൾ ടൈം സ്കോറിൽ വിജയിച്ചുകൊണ്ട് മുംബൈ സിറ്റി കപ്പ് നേടിയത്. വിശദമായ വീഡിയോ ഇട്ട് കിടക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൊടുത്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വിട്ടിട്ട് കിടക്കാം. 2023-24 ISLൻ്റെ അവസാന ഫൈനൽ മത്സരം, ISLൻ്റെ 10ാമത്തെ സീസണിലെ അവസാന ഫൈനൽ മത്സരത്തിനായിരുന്നു ഇന്നലെ വേദിയായത്. കൊൽക്കത്ത യുവഭാരതി ക്രീഡാങ്കണി സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു മത്സരം നടന്നിരുന്നത്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മുംബൈ സിറ്റിയായിരുന്നു നേരിട്ടിരുന്നത്. ആദ്യ പകുതിയിൽ നല്ല രീതിയിൽ കളിച്ചത് മുംബൈ സിറ്റിയാണെങ്കിൽ ഗോൾ അടിച്ചത് മോഹൻ ബഗാനായിരുന്നു. ദിമിത്രിയോസ് പെട്രോസിൻ്റെ ഒരു ലോങ് പവർഫുൾ ഷോട്ട് മുംബൈ സിറ്റിയുടെ ഗോൾ കീപ്പർ അതൊന്ന് പുഷ് ചെയ്ത്, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ടിപ്പ് ചെയ്തിട്ടപ്പം ഓടി വന്നുകൊണ്ട് ജെസിൻ കമ്മിൻസൺ അത് ഗോളാക്കുകയായിരുന്നു. തൻ്റെ എക്സ്പീരിയൻസ് അവിടെ ജെസിൻ കമ്മിൻസൺ യൂസ് ചെയ്തു എന്നതാണ് നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ച ആ ഗോളിൽ. ഇത്രയും നല്ലൊരു മനോഹരമായൊരു ഗോളായിരുന്നു ഗോളിയെ ഫേക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹം ചിപ്പ് ചെയ്തിട്ടത്. പിന്നീട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം സെക്കൻഡ് ഹാഫിൽ 52-ാം മിനിറ്റിൽ പെരേര ഡയസിലൂടെ ഒരു മറുപടി ഗോൾ അടിച്ചുകൊണ്ട് സമനിലയെടുത്ത് തിരിച്ചു വരികയായിരുന്നു. അദ്ദേഹം കസാരയൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞുകൊണ്ട് ഫയറൊക്കെ ചെയ്യുന്ന ഒരു സെലിബ്രേഷനാണ് ചെയ്തത്. അതിനു മുമ്പ് ദിമിത്രിയോസ് പെട്രോസ് ജെസിൻ കമ്മിൻസ് ഗോൾ അടിച്ചേരം അവിടെ പോയിട്ട് സാധനമൊക്കെ പറിച്ച് കളകുന്നൊക്കെ കണ്ടിരുന്നു. എന്തായാലും സെക്കൻഡ് ഗോൾ മുംബൈ സിറ്റിയുടെ ഫസ്റ്റ് ഗോൾ അടിച്ചേരം പെരേര ഡയാസ് ആയിരുന്നു. പിന്നീട് രണ്ടാം ഗോൾ ബിപിൻ സിംഗിലൂടെയായിരുന്നു മുംബൈ സിറ്റി ഗോൾ നേടിയത്. ആ ഗോളിന് ശേഷം ആ ഗോളാണ് മോഹൻ ബഗാൻ്റെ എല്ലാം തകർത്തതെന്ന് പറയുന്നത്. ഡിഫൻസിൻ്റെ പൂർണ്ണമായ പിഴവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ഗോളായിരുന്നു. പിന്നീട് അവസാനമായി ഒരു ഗോൾ കൂടി കുറിച്ചുകൊണ്ട് മുംബൈ സിറ്റി തങ്ങളുടെ ഫൈനൽ കിരീടം അങ്ങ് ഉറപ്പിക്കുകയായിരുന്നു. ഏതായാലും ഇതിൽ ഒരു കണക്ക് ഞാൻ സൂചിപ്പിക്കുകയാണ്, ജസ്റ്റ് ഫണ്ണായിട്ട് മാത്രം എടുക്കുക. ബ്ലാസ്റ്റേഴ്സിൽ സഹൽ അബ്ദുൾ സമദ് കളിച്ചു 2021-22 സീസണിൽ. സെമിയിൽ സഹൽ ഗോൾ നേടി, ഫൈനലിൽ ബ്ലാസ്റ്റേഴ്സ് തോറ്റു. ഫസ്റ്റ് ഗോൾ നേടിക്കൊണ്ടായിരുന്നു അന്ന് പരാജയപ്പെട്ടത്. അതുപോലെ തന്നെ ഇവിടെ ഫസ്റ്റ് ലീഡ് എടുത്തതിന് ശേഷം സഹൽ അബ്ദുൾ സമദ് സെമിയിൽ ഗോൾ അടിച്ചു, ഫൈനലിൽ ലീഡ് എടുത്തു, പിന്നീട് തോൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷേ മറ്റേ പെനാൽറ്റി വരെ നീണ്ടെങ്കിൽ കൂടി ഇവിടെ പെനാൽറ്റി വരെ നീണ്ടില്ല. പക്ഷേ ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ്. ജസ്റ്റ് ഒരു ഫണ്ണ് ആയിട്ട് എടുക്കുക, സീരിയസ് ആക്കി എടുക്കരുത് ആരും. ഒരു ഇതിനു വേണ്ടി പറഞ്ഞതാണ്, ഒരു സൂചന പറഞ്ഞെന്ന് മാത്രം. ഏതായാലും ISLൻ്റെ തങ്ങളുടെ രണ്ടാം കിരീട സ്വപ്നം അവർ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഷീൽഡ് നേടാനായില്ല, എന്നാൽ അതേ സ്റ്റേഡിയത്തിൽ ഷീൽഡ് മത്സരം നടന്ന അതേ സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെ മോഹൻ ബഗാൻ ആരാധകരുടെ മുമ്പിൽ വെച്ച് തന്നെ അവരുടെ നിറകണ്ണുകളോടെയായിരുന്നു അവർ മടങ്ങി. 2020-21 സീസണിലാണ് മുംബൈ സിറ്റി ഷീൽഡും കിരീടം ഒന്നിച്ച് സ്വന്തമാക്കിയത്. ഈ ഒരു റെക്കോർഡ് മറ്റൊരു ടീമിനില്ലായിരുന്നു. അത് സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇന്നലെ മോഹൻ ബഗാൻ ഇറങ്ങിയത്. ഫസ്റ്റ് ഗോൾ അടിച്ചവരെല്ലാവരും അത് പ്രതീക്ഷിച്ചിട്ടുണ്ടാകും. പക്ഷേ അത് നേടാൻ മുംബൈക്ക് മാത്രമേ അർഹതയുള്ളൂ എന്ന് മുംബൈ ഇന്നലെ അടിവരയിട്ടൊന്ന് തെളിയിച്ചു. ഏതായാലും ഈ സീസൺ അവസാനിച്ചു. ഗോൾഡൻ ബൂട്ട് ദിമിത്രിയോസ് ഡാമൻഡക്കോസിന് തന്നെയാണ്. അദ്ദേഹത്തിന് പകരം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻഡറായിട്ടുള്ള പ്രീതം കോട്ടാൽ കൊൽക്കത്തക്കാരനാണ് അത് വാങ്ങിയത് എന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതുപോലെ തന്നെ ഗോൾഡൻ ബോൾ മോഹൻ ബഗാൻ്റെ ദിമിത്രിയോസ് പെട്രോസിനാണ് ഗോൾഡൻ ബോൾ. യങ് എമർജിങ് പ്ലെയർ വിക്രം പ്രതാപ് സിംഗ് ആണ് മുംബൈ സിറ്റീൻ്റെ. അതുപോലെ തന്നെ ഗോൾഡൻ ഗ്ലൗവ് മുംബൈ സിറ്റീൻ്റെ കുർബ ലജൻപ എന്ന് പറയുന്ന ഗോൾ കീപ്പർക്കാണ് മുംബൈ സിറ്റീൻ്റെ. അതുപോലെ തന്നെ ഗ്രാസ് റൂട്ട് ലെവല് FC ഗോവയ്ക്കാണ്. അതുപോലെ തന്നെ ബെസ്റ്റ് പിച്ച് ജംഷഡ്പൂരിൻ്റെതാണ്. അതുപോലെ തന്നെ യങ് പ്ലേയേഴ്സിനെ വളർത്തിയെടുക്കുന്ന ടീം ബംഗളൂരു FCക്കാണ് അവാർഡ് ലഭിച്ചത്. ഏതായാലും ഇനി അടുത്ത സീസണിന് 4 മാസം കാത്തിരിക്കണം. സെപ്റ്റംബർ 14 ആയിരിക്കും തുടങ്ങുക. എന്തായാലും സെപ്റ്റംബർ മാസത്തിലായിരിക്കും ISL ഇനി 11ാം സീസൺ ആരംഭിക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് റൂമറുകൾ ലഭിക്കുന്നത്. കാത്തിരുന്ന് കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇഷ്ടപ്പെട്ടില്ല.